70 ഏറിയാൽ 80. 90-ാം സങ്കീർത്തനം മനുഷ്യ ജീവിത ആയുസ്സിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് അതാണ്. ഇന്നലെ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഏറി വരുന്ന കാലമാണിത്. ഒത്തിരി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നു. അത് മരണാനന്തര അവസ്ഥയെ പല വിധങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് മരണാനന്തരത്തെക്കുറിച്ചുള്ള ഈ ആകാംക്ഷയേക്കാൾ നമ്മെ കൂടുതൽ ഭരിക്കേണ്ടത് മരണപൂർവ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളല്ലേ? ഞാൻ എന്തിനാണ് ഇവിടെ ഈ ഭൂമിയിൽ ഈ കുറച്ചു കാലം 70 വർഷം 80 വർഷം എന്നെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? സ്നേഹം തന്നെയായ ദൈവം എന്നെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്നേഹം കൊണ്ട് എൻ്റെ ചുറ്റുപാടുകളെ, ഈ കാലഘട്ടത്തെ അല്പം കൂടി സുന്ദരമാക്കുക എന്നുള്ളതാണ്. ജീവിതം സ്നേഹത്തിൻ്റെ ഒരു മഹാ ആയോധന കളരിയാണെങ്കിൽ മരണം സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. തെത്തലസ്തായി എന്ന് കുരിശിൽ കിടന്ന് പറഞ്ഞ ഈശോ മരണത്തിന് വ്യത്യസ്തമായൊരു വ്യാഖ്യാനം നൽകുകയായിരുന്നു. എല്ലാം പൂർത്തിയായി എന്നാണ് മലയാളത്തിൽ നമ്മൾ പരിഭാഷപ്പെടുത്താറ്. എന്തു പൂർത്തിയായി എന്നാണ്? യോഹന്നാൻ 13-ാം അധ്യായത്തിലാണ് അതിൻ്റെ അർത്ഥം കിട്ടുന്നത്. അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്നില്ലേ? അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്നേഹിച്ചു പൂർത്തിയായി, അതിൻ്റെ പേരാണ് മരണം. സ്നേഹിച്ചു പൂർത്തിയാക്കൽ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കർത്താവെ, സ്നേഹത്തോടെ ജീവിക്കാൻ, സ്നേഹം കൊണ്ട് എൻ്റെ ചുറ്റുപാടുകളെ അല്പമെങ്കിലും ഒന്ന് പ്രകാശിപ്പിക്കാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം അല്പമായെങ്കിലും ഈ ഭൂമിക്ക്, ഈ കാലഘട്ടത്തിന് നൽകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈ നോമ്പുകാലം സ്നേഹിക്കാൻ കൂടുതൽ പഠിക്കുന്ന കാലമായി മാറട്ടെ.